ഇതിനിടയിൽ പൊതുമേഖലയിൽ നയമാറ്റത്തിന് സൂചന നൽകി സിപിഎമ്മിന്റെ വികസന രേഖയും ഇന്ന് പുറത്തുവന്നു. പുനരുദ്ധരിക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളിൽ പൊതു സ്വകാര്യ പങ്കാളിത്തമാകാമെന്ന് രേഖ നിർദ്ദേശിക്കുന്നു. സെസ് ചുമത്താനുള്ള സാധ്യത പരിശോധിക്കണം. എല്ലാ സൗജന്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെ നൽകണമോ എന്ന കാര്യത്തിൽ ആലോചന വേണമെന്നും രേഖ നിർദ്ദേശിക്കുന്നു. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുമെന്നും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നും രേഖ അവതരിപ്പിച്ച മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. ഇതിനിടെ ചില വിഭാഗീയ സംസ്കാരം ഇതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഇന്നുണ്ടായിരുന്നു. ചിലരിൽ ഇപ്പോഴും വിഭാഗീയ സംസ്കാരം എന്നാണ് സിപിഎമ്മിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തൽ. ജില്ലകളിലെ പരാതി തീർക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. തുടർഭരണം സംഘടനാ ദൗർബല്യമുണ്ടാക്കി. പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകളിൽ കൃത്യതയില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പിടിവീഴുമെന്ന് മുന്നറിയിപ്പുമുണ്ട്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വിശ്വാസികളായ സ്ത്രീകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ബിജെപിയുടെ ശ്രമങ്ങളെ തടയണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിഭാഗീയത അവസാനിച്ചെന്ന് നേതാക്കൾ പൊതുവിൽ ഊറ്റം കൊള്ളുമ്പോഴും അങ്ങനെയല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് എം.വി. ഗോവിന്ദൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട്. വിഭാഗീയത പ്രവണത പൊതുവിൽ അവസാനിച്ചെങ്കിലും അത്തരം സംസ്കാരത്തിന് അടിമപ്പെട്ടവർ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. പ്രാദേശിക വിഭാഗീയതയാണ് ഉയരുന്നത്. സംസ്ഥാന സെന്ററിൽ നിന്ന് നേതാക്കൾ ഇടപെട്ട് ജില്ലകളിലെ പരാതികൾ പരിശോധിക്കണം. വ്യക്തിക്കും സ്ഥാപിത താൽപര്യങ്ങൾക്കും പിന്നിൽ പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിയില്ല. അത്തരം ശ്രമങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. ഭരണ തുടർച്ച ബംഗാളിലുണ്ടാക്കിയ തിരിച്ചടി കേരളത്തിൽ ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പുമുണ്ട് റിപ്പോർട്ടിൽ. പാർട്ടി അധികാര കേന്ദ്രം എന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കരുത്. പാർട്ടി പ്രവർത്തകർ ജനങ്ങളുടെ വിനീത ദാസന്മാരാകണം. തുടർഭരണം ജനങ്ങളെ ആകർഷിച്ചപ്പോൾ സംഘടനയും നേതാക്കളും ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നും സ്വയം വിമർശനം എന്ന രൂപത്തിൽ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വനിതാ കൂട്ടായ്മകളിലൂടെ ബിജെപി സ്ത്രീകളെ സ്വാധീനിക്കുകയാണ്. ഇത് പ്രതിരോധിക്കാനും അവിടെ ഇടപെടാനും മഹിളാ അസോസിയേഷന് കഴിയണം. സംഘപരിവാറിന് പരവതാനി വിരിക്കുന്ന സമുദായ നേതൃത്വങ്ങളെ തുറന്നുകാട്ടണം. മുഖ്യമന്ത്രിയുടേത് മികച്ച പ്രകടനമെങ്കിലും രണ്ടാം പിണറായി സർക്കാരിൽ ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ല. പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ടാക്രമിച്ചപ്പോൾ പ്രതിരോധിക്കാനും കഴിഞ്ഞില്ല. പാർട്ടി കമ്മിറ്റികളുടെ കണക്കുകളിൽ കൃത്യതയും വ്യക്തതയും ഇല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുകളിലേക്ക് അത് നയിക്കും. വർഗ ബഹുജന സംഘടനാ ഭാരവാഹികളും കണക്കുകൾ പാർട്ടി നേതൃത്വത്തെ ബോധിപ്പിക്കണം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്റ്റീവാകുന്ന സംസ്ഥാന നേതാക്കൾ അതുകൊണ്ട് പാർട്ടിക്ക് എന്ത് ഗുണമെന്ന് കൂടി ചിന്തിക്കണം. ഫാൻസിനെ കൂട്ടൽ മാത്രമാകരുത് ലക്ഷ്യമെന്നും സംസ്ഥാന സമിതിയിലെ യുവനിര കൂടുതൽ സജീവമാകണമെന്നും സംഘടനാ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. വി. വി. അരുൺ, ന്യൂസ് 18, കൊല്ലം.